സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് കനക്കുമ്പോൾ പ്രമുഖ യുവ നേതാവ് ഉറപ്പിച്ച് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്: ഞാൻ മത്സരിക്കാനില്ല, എന്നെ ആരും സ്ഥാനാർത്ഥിയാക്കുകയും വേണ്ട. രാഹുൽ ഗാന്ധിയിൽ ആകൃഷ്ടനായി കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കൈകൊടുത്ത് കൂടിയ നേതാവാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തുന്നത്. സാധാരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല എന്ന പേരും പറഞ്ഞുകൊണ്ടാണ് പലരും ബഹളമുണ്ടാക്കുകയും എന്തിന് പാർട്ടി തന്നെ വിടുകയും ചെയ്യാറുള്ളത്. പലപ്പോഴും അങ്ങനെയാണ് വിമത സ്ഥാനാർത്ഥികളുടെ എണ്ണം പോലും കൂടുന്നത്. എന്നാൽ ഒന്നോർക്കണം, ഇവിടെ നേരെ തിരിച്ചാണ് കാര്യങ്ങൾ. പറഞ്ഞു വരുന്നത്, ബീഹാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതിന്റെ കാരണം വ്യക്തമാക്കുകയാണ് കോൺഗ്രസ് നേതാവായ കനയ്യകുമാർ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് വ്യക്തിപരമായ തീരുമാനമല്ല എന്നും അത് പാർട്ടി കൂട്ടായി എടുക്കുന്ന തീരുമാനമാണ് എന്നും കനയ്യകുമാർ പറഞ്ഞു. ഒപ്പം തന്നെ താൻ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഗുസരായിൽ നിന്നും 2024 ഡൽഹിയിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് എന്നും എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും, പക്ഷേ എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത് ശരിയല്ല എന്നും കനയ്യകുമാർ പറയുന്നുണ്ട്. ബഗുസരായിലെ തന്റെ ഗ്രാമം സന്ദർശിക്കുന്നതിനിടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറഞ്ഞത്. കനയ്യകുമാർ ബീഹാർ രാഷ്ട്രീയത്തിൽ സജീവമായത് ചില കോൺഗ്രസ് നേതാക്കളെ അസ്വസ്ഥപ്പെടുത്തിയിട്ടില്ലേ എന്നൊരു ചോദ്യവും അവിടെ ചോദിക്കുന്നുണ്ട്. അതിനുത്തരം പറഞ്ഞത് അത് സ്വാഭാവികമായ കാര്യമാണ് എന്നാണ്. ഏത് മേഖലയായാലും ഒരു പുതിയ വ്യക്തി വരുമ്പോൾ അവിടെ നേരത്തെ ഉണ്ടായിരുന്നവർക്ക് അസ്വസ്ഥതയുണ്ടാകും. അത് രാഷ്ട്രീയമായാലും സിനിമയായാലും. പഴയ താരങ്ങൾക്ക് പുതിയ ആളുകൾ കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അതിനെ പെരുപ്പിച്ച് കാണിക്കേണ്ടതില്ല എന്നാണ് മാധ്യമങ്ങൾക്ക് താക്കീത് നൽകുന്നത്. എല്ലാവരുടെയും പങ്കുകൾ പരിമിതമായിരിക്കും എന്നതാണ് സത്യമെന്നായിരുന്നു കനയ്യകുമാറിന്റെ മറുപടി. കോൺഗ്രസ് എന്തുകൊണ്ടാണ് കുറച്ച് സീറ്റുകളിൽ മാത്രം മത്സരിക്കുന്നത് എന്ന ചോദ്യത്തിനും അദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരമുണ്ട്. സീറ്റുകളുടെ എണ്ണത്തേക്കാൾ വിജയ സാധ്യതയ്ക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. എത്ര സീറ്റുകൾ ലഭിച്ചാലും അവയിൽ വിജയിക്കാൻ മുഴുവൻ ശക്തിയും എടുത്താണ് പോരാടുന്നത്. യഥാർത്ഥ പോരാട്ടം രാജ്യത്തെ വിഭജിക്കുന്നവർക്കും BJPക്കും എതിരാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ബീഹാറിൽ JDUവിനെ ഇല്ലാതാക്കാനാണ് BJP ശ്രമിക്കുന്നത് എന്നും നിതീഷ് കുമാർ ബീഹാറിലെ ഷിൻഡെ ആകുമെന്നും കനയ്യകുമാർ ഇവിടെ ഓർമ്മിപ്പിക്കുക ചെയ്യുന്നുണ്ട്.